അദ്നാൻ മരിച്ചു. ആ പണം ഇനി കിട്ടില്ല. കോഴിക്കോട് ഈസ്റ്റ് മൂഴിക്കലിലെ ഒരു വീടിനുള്ളിൽ 2 കൗമാരക്കാരുടെ ജീവനറ്റ ശരീരങ്ങൾ കണ്ടെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞ ആ സന്ദേശമാണിത്. കൊല്ലപ്പെട്ട നസ്രീനയുടെ ഫോണിൽ നിന്ന് പുലർച്ചെ 1:30-ക്കും 2-നും ഇടയിൽ അയക്കപ്പെട്ട ഈ വാക്കുകൾ ഒരു സാധാരണ മരണവാർത്തയല്ല, മറിച്ച് പകയുടെയും ആസൂത്രണത്തിന്റെയും ഞെട്ടിക്കുന്ന തെളിവാണ്. വിഷുത്തലേന്ന് ആ വീട്ടിലെ 2 മുറികളിലായി ആ അർദ്ധരാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ത്? 16 വയസ്സുകാരിയായ നസ്രീനയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ എന്ന 19-കാരൻ സ്വന്തം മരണത്തിനൊരുക്കിയ പശ്ചാത്തലം ഏതൊരു കൊടും കുറ്റവാളിയെയും വെല്ലുന്നതാണ്. നസ്രീനയെ കൊന്ന ശേഷം അദ്നാൻ അവളുടെ ഫോൺ കൈക്കലാക്കി. തുടർന്ന് താൻ വാടകയ്ക്കെടുത്ത ബൈക്കിന്റെ ഉടമയ്ക്ക് വാട്സപ്പിലൂടെ സന്ദേശം അയച്ചു. തന്റെ മരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ സന്ദേശം നസ്രീനയുടെ ഭാഷയിലല്ല, മറിച്ച് അദ്നാന്റെ ശൈലിയിലായിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. എന്തിനായിരുന്നു ഈ ക്രൂരത? മദ്യത്തിനോ മയക്കുമരുന്നിനോ വേണ്ടിയുള്ള പണം മോഷ്ടിക്കുന്ന സ്വഭാവം വീട്ടുകാരെ അറിയിച്ചു എന്ന വൈരാഗ്യം ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കാൻ മാത്രം വലുതായിരുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി 3 മൊബൈൽ ഫോണുകൾ കിണറ്റിലെറിഞ്ഞു. ഒടുവിൽ വായയും മൂക്കും പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി സ്വയം മരണം വരിക്കുമ്പോൾ അദ്നാൻ ലക്ഷ്യമിട്ടതെന്ത്? അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിച്ച ആ വാട്സപ്പ് സന്ദേശങ്ങളുടെ ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് പൈശാചികമായ ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. സൈബർ സെല്ലിന്റെ പരിശോധനാ ഫലം കൂടി വരുന്നതോടെ ഈ മരണ വീട്ടിലെ ആ ഇരുണ്ട നിമിഷങ്ങളുടെ പൂർണ്ണ രൂപം തെളിയും. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സ്വന്തം മരണം ടൈപ്പ് ചെയ്ത് അറിയിച്ച ആ ക്രിമിനൽ മനസ്സിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? തെളിവുകൾ കിണറ്റിലെറിഞ്ഞാലും സൈബർ ലോകത്തെ ഡിജിറ്റൽ പാടുകൾ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. പഠിക്കാൻ കൂടെ നിന്നവന്റെ പകയിൽ പൊലിഞ്ഞുപോയ നസ്രീനയുടെ നീതിക്കായി ഈ അന്വേഷണം തുടരുകയാണ്. ലഹരിയും പകയും കൗമാര മനസ്സുകളെ എങ്ങനെ വഴിതെറ്റിക്കുന്നു എന്നതിന്റെ ഭീതിതമായ പാഠമായി മൂഴിക്കലിലെ ഈ ചോരപ്പാടുകൾ അവശേഷിക്കുന്നു.